ശബരിമലയിലെ സ്വർണത്തിന് കണക്കുമില്ല, രജിസ്റ്ററുമില്ല, രേഖകളുമില്ല. ഇത് കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്. ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്ക് അനുവാദം കൂടാതെ കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ കേസിലാണ് ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം, ഇവിടെ എത്ര സ്ട്രോങ് റൂമിൽ എത്ര സ്വർണമുണ്ട്, എത്ര അമൂല്യമായ വസ്തുക്കളുണ്ട്, ഇതിനൊന്നും മറുപടിയില്ല. ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായ കണക്കുകളില്ല എന്നാണ് പൊതുവെ മനസ്സിലാകുന്നത്. ഇനി ആഴത്തിൽ വിശദമായി പരിശോധിച്ച് കഴിയുമ്പോൾ മാത്രമേ എവിടെയൊക്കെ എന്തൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചു, എന്തൊക്കെ വിട്ടുപോകലുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ കടത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ സ്വർണ്ണപീഠം അവിടുന്ന് കാണാതെ പോയി. ഈ സ്വർണ്ണപീഠം ഇപ്പോൾ ആരാണ് കൊണ്ടുപോയത്, ആരാണ് അതിൻ്റെ ഉത്തരവാദി, ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു? കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ശബരിമല എന്താണ് ഈ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആഴത്തിൽ ഒന്ന് കടന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ വളരെ സന്തോഷകരമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതെ, വളരെ സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ശബരിമലയിൽ കയ്യും കണക്കുമില്ല എന്നുള്ളത് ആദ്യത്തെ ആരോപണമോ ആദ്യത്തെ അനുഭവമോ അല്ല. വളരെ കാലങ്ങളായിട്ട് ഈ കാര്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളും അതിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെയുള്ള വിഷയങ്ങളുടെ ഒരു നിജസ്ഥിതി എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി വളരെ നന്നായിട്ട് തന്നെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കുറേ കാലമായിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഹൈക്കോടതി ഇത്രയും കാലം ചെയ്യാത്തതിൽ ഞാനിപ്പോൾ പഴിയൊന്നും പറയുന്നില്ല. ഇത്രയും കാലവും അവിടെ വിജിലൻസും ഉണ്ടായിരുന്നു, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അവരാരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും ആ കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുന്നില്ല. വൈകിയെങ്കിലും നീതി ലഭ്യമാകും. അല്ല, ഇതിലെ വേറെ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് വ്യക്തികളെ ആശ്രയിച്ചു കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്ന പണ്ട് ശർക്കരയിലെ മായം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അരി വാങ്ങിച്ചതിൻ്റെ തൂക്കത്തിൽ 10 കിലോ കുറവുണ്ടെങ്കിൽ അന്വേഷിക്കുക, ഇതൊക്കെയായിരുന്നു വിജിലൻസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിനുപരിയായിട്ട് കാതലായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ശ്രദ്ധയും വിജിലൻസും മുന്നോട്ട് പോയിട്ടില്ല. ഈ ഹൈക്കോടതി പോലെയുള്ള സംവിധാനങ്ങളും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതല്ലാതെ മറ്റൊരു കാര്യം, നറുക്കെടുപ്പിൻ്റെ തർക്കം, ആ തർക്കം, ഈ തർക്കം, ഇതൊക്കെ അല്ലാതെ വേറൊരു കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഹൈക്കോടതി ശ്രദ്ധിക്കുന്നതല്ലേ, വിജിലൻസ് ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് ഭക്തജനങ്ങളും കൂടുതൽ ശബ്ദിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ വീഴ്ചകളാണ്. ഈ തുടർ വീഴ്ചകളുടെ ആത്യന്തിക ഫലമാണ് ഇത്രയും മാരകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരു കുഴപ്പത്തിലേക്ക് ശബരിമലയെ എത്തിച്ചത്. ഇതിൽ സംശയമൊന്നുമില്ല. ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട് എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ഈ കോൺട്രാക്ടർമാർക്ക് പങ്കുണ്ട്, അവിടെ കൈകാര്യം ചെയ്ത ആളുകൾക്ക് പങ്കുണ്ട്. ഇത് ഞങ്ങളാണ് നോക്കി നടത്തുന്നത് എന്ന് അഭിമാനിക്കുന്ന കോടതിക്കും, പിന്നെ അവിടുത്തെയുള്ള ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്നത് എന്ന് ദുരഭിമാനിക്കുന്ന വിജിലൻസിനും, ഭക്തജന സംഘടനകൾക്കും എല്ലാവർക്കും ഇതിൽ കൈയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പങ്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഭക്തജന സംഘടനകൾക്ക് പങ്കുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ പലപ്പോഴും ഈ സ്റ്റാള് കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇവർക്ക് വിധേയപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും ശബ്ദിക്കാത്തൊരു ഗതികേട് ആ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നീക്കം ഞാൻ അന്ന് ഇതുപോലെ തന്നെ അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡ് മാത്രമാണ് കുഴപ്പക്കാർ, ഈ അവിടെ സമർപ്പിക്കുന്ന ആളുകൾ വളരെ ശുദ്ധന്മാരാണ്, സ്പോൺസർ ശുദ്ധന്മാരാണ് എന്നുള്ള വാദഗതി തെറ്റാണ്, ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതെ, ആ കൂട്ടുകച്ചവടമാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ പീഠം ഈ സ്പോൺസറുടെ സങ്കേതത്തിൽ നിന്ന് കണ്ടെടുക്കുന്നത്. അദ്ദേഹം സ്വയം പരിശുദ്ധനായി നിന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് എടുത്തോളൂ, എൻ്റെ കയ്യിലുണ്ട് എന്ന് സ്വയമേ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമല്ല ഉണ്ടായിട്ടുള്ളത്.
വളരെ കൃത്യമായിട്ടും കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമുണ്ട്. അധികം പരിക്ക് പറ്റും എന്ന് തോന്നുമ്പോൾ ആർക്കും പരിക്ക് പറ്റാത്ത രീതിയിൽ എത്രമാത്രം ഡാമേജ്, മിനിമം ഡാമേജിൽ കാര്യങ്ങൾ എത്തിക്കാമെന്നുള്ളതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ആണ്. സ്വർണ്ണപ്പീഠം കണ്ടെത്തിയില്ലെങ്കിൽ അതെന്താവും? ശരിക്കും സ്വാമിജി ഈ കാര്യത്തിൽ ഈ സ്പോൺസർ അടക്കമുള്ളവരെ ഉണ്ട്, അറസ്റ്റ് ചെയ്ത് സത്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളല്ലാതെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്? ശ്രീ വാസവൻ മിനിസ്റ്റർ പറഞ്ഞു ഗുരുതരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പ്രസിഡന്റും പറയുന്നത് ഒരു കുഴഞ്ഞ ഭാഷയിലാണ്, പരസ്പര വിരുദ്ധമാണ്. ഒരു കുഴഞ്ഞ ഭാഷയിൽ അത് സംരക്ഷിക്കപ്പെടാവുന്ന ഒരു മട്ടിൽ, അതായത് ഇതിലെ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു മട്ടിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസവൻ കുറച്ചുകൂടെ ശക്തമായിട്ട് സംസാരിച്ചു. പക്ഷെ സംസാരത്തിനുപരിയായിട്ട് എന്ത് നടപടിയാണുള്ളത്? ഒരു നടപടിയും ഇല്ല, ഒരു നടപടിയും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും നടപടികൾ പ്രതീക്ഷിക്കുന്നത് കോടതിയുടെ നിർദ്ദേശത്തിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അങ്ങിപ്പോ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണപീഠത്തിന്റെ കാര്യത്തിൽ മന്ത്രി വാസവനാണ് രൂക്ഷമായ ഭാഷയിൽ അല്പമെങ്കിലും പ്രതികരിക്കുന്നത്. പക്ഷെ അദ്ദേഹവും പറയുന്നത് ഈ പമ്പ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാണ്. ഇത് 2019 തൊട്ട് കാണാനില്ല. ഞാൻ രജിസ്റ്ററിലേക്ക് വന്നില്ല. ഈ സാധനം ഞാൻ രജിസ്റ്ററിലേക്ക് വന്നില്ല. അതും അയ്യപ്പ സംഗമമായിട്ട് എന്ത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയതില് ഈ വിഷയം പുറത്തു വന്നതിന് വലിയ പങ്കുണ്ട്. അതിൽ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവര് എത്രമാത്രം വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും വിശ്വസിക്കാവുന്ന കൂട്ടരല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഈ സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൽ കോടതിയുടെ ഇടപെടലിലൂടെ ഇത് ബോധ്യമായത് കൊണ്ട് തന്നെ അത് പൊളിയാൻ സാധ്യതയുണ്ടായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷെ പൊളിക്കാൻ വേണ്ടി ആരെങ്കിലും ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ആരിലേക്കെങ്കിലും വളരെ കൃത്യമായിട്ട് ചൂണ്ടണം. ആരാണ്? കോടതിയാണോ ഗൂഢാലോചന നടത്തിയത്? ശ്രീ വാസവൻ പറയട്ടെ, കോടതി ഗൂഢാലോചന നടത്തിയോ? അല്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇടപെട്ട് ഗൂഢാലോചന നടത്തിയോ? പത്രങ്ങളിൽ വന്ന കാര്യം, കോടതിയുടെ ഇടപെടൽ വന്ന കാര്യം ഹൈലൈറ്റ് ചെയ്യുക മാത്രമാണ് പൊതുസമൂഹത്തിലെ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ചെയ്ത്. ഹിന്ദു സംഘടനകൾ പോലും സമഗ്രമായിട്ടുള്ള ഒരു സമരം പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും വിമർശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ വിഷയമാണ്. എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ മൗനം ഗൗരവത്തിലെടുത്തിട്ടില്ല, ഒരു ഗൗരവം കാണിക്കുന്നില്ല? മറ്റു പല വിഷയങ്ങളിലൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഹിന്ദു സംഗമം നടക്കുന്നു, മറ്റ് ഹിന്ദു സംഗമങ്ങൾ നടക്കുന്നു എന്നുള്ളതിലുപരി ശബരിമല കൊള്ളയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ശബരിമല തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ പോലും ആരും മിണ്ടാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഈ ഒരു സാഹചര്യമാണുള്ളത്. രജിസ്റ്റർ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നു. ഭക്തന്മാർ ക്യൂ പാലിച്ചുകൊണ്ട് വെർച്വൽ ക്യൂയിലേക്കൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടി പാടുള്ളൂ എന്നൊക്കെ നിഷ്കർഷിക്കുന്ന ശബരിമലയിൽ അവിടെ ഭക്തൻ സമർപ്പിക്കുന്ന ദ്രവ്യം, അത് സ്വർണമായിക്കോട്ടെ, വെള്ളിയായിക്കോട്ടെ, രത്നങ്ങളായിക്കോട്ടെ, വലിയ തങ്കവിഗ്രഹങ്ങളായിക്കോട്ടെ, ഭക്തരുടെ കയ്യിൽ നിന്ന് കളക്ഷൻ എടുത്ത് കൊണ്ടുവന്ന സാധനമായിക്കോട്ടെ, വിലപിടിപ്പുള്ളതായിക്കോട്ടെ, വിലപിടിപ്പില്ലാത്തതായിക്കോട്ടെ, ഒരു മുട്ടുസൂചി വന്നാൽ പോലും എൻട്രി ചെയ്യേണ്ട രജിസ്റ്റർ അത് ഇല്ല എന്ന് പറഞ്ഞാൽ, അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ കൊള്ള, തട്ടിപ്പ് മറ്റെന്താ ഉള്ളത്? ഇത് തനി കൊള്ളയല്ലേ? ഇത്രയും കൊള്ള പ്രത്യക്ഷമായിട്ട് നടന്നിട്ടും കോടതി ശബ്ദിക്കുന്നതിന് ഒരു അംശം, അതിനൊരു പ്രതിധ്വനി പോലും ഈ സമൂഹത്തിൽ ഉണ്ടായി വരുന്നില്ല എങ്കിൽ എത്രമാത്രം മോശപ്പെട്ട സാഹചര്യമാണിത്. ദുഃഖകരമായ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഉണ്ടാത്തത്? ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ ദേവസ്വം ബോർഡുകളുടെ ഇടപെടലുകളിലെല്ലാം കണ്ടിന്യൂറ്റി ഉണ്ട്. എനിക്ക് വേറെയും ചില കാര്യങ്ങളുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുകളായിട്ട് കാലാകാലങ്ങളിൽ വന്നവർക്കൊക്കെയും മെമ്പർമാരായിട്ട് വന്നവരിലൊക്കെയും ഇതിൽ ചില പങ്കാളിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ 2019 എന്നുള്ള ഒരു ലൈൻ വരയ്ക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻപ് തുടർന്നു വന്നതിന്റെ മുൻപ് 10 വരുമ്പോൾ 5 എൻട്രി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴ് 10 വന്നാൽ ഒന്നും എൻട്രി ചെയ്യാത്തൊരവസ്ഥയായിരിക്കാം 2019 തൊട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ മുൻ ചരിത്രം നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളിലും ഇത്തരത്തിലുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. സ്വാമിജി, അവസാനമായിട്ട് ഒരു അതുകൊണ്ട് പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഭക്തജനങ്ങൾക്കോ അയ്യപ്പനോ ശബരിമല സങ്കേതത്തിനോ എന്തെങ്കിലും നീതി അത് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. ഇപ്പോൾ വിഗ്രഹം പോലും അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന, ഇപ്പോൾ കണ്ടില്ല, മൂർത്തിയെ പോലും കാണുന്നില്ല. പീഠം മാത്രമല്ല, സ്ട്രോങ് റൂമിൽ മൂർത്തി ഇല്ലെന്ന് പറഞ്ഞാൽ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്
കണക്കെടുക്കാൻ വേണ്ടി റിട്ടയർഡ് ജസ്റ്റിസിനെ വെച്ചിരിക്കുക. ഇനി എന്തൊക്കെ അവിടെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ രജിസ്റ്റർ എൻട്രി ചെയ്ത സാധനങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പറ്റും. എൻട്രി ചെയ്യാത്ത സാധനങ്ങൾ എങ്ങനെ പരിശോധിക്കും? അതിന് അവിടുന്ന് പുതുക്കലിന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അകത്ത് അത് അടയാളപ്പെടുത്തണ്ടേ? പുതുക്കലിന് ഇന്നയാൾക്ക് കൊടുത്തു, അത് തൂക്കി നോക്കി ഈ സാധനം അത് അടയാളപ്പെടുത്തുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ധാരണയായിരിക്കും. ഒരു വിശ്വാസത്തിലാണ് പോകുന്നതല്ല. ഈ സ്പോൺസർമാരെ കുറിച്ച് ഈ സ്പോൺസർ സംവിധാനം തന്നെ ഇത് അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. കാരണം വെച്ചാൽ സ്പോൺസർമാർ ചെയ്ത കാര്യം ഞാൻ എന്ന് പറഞ്ഞില്ലേ, സ്പോൺസർ ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കാന്ന് പറഞ്ഞ് മൊത്തം കൊട്ടേഷൻ കൊണ്ട് പിടിക്കും. അയ്യപ്പ ഭക്തന്മാരെ സമീപിച്ച് 8 ലക്ഷത്തിന്റെ വിഗ്രഹത്തിന് പകരം 18 ലക്ഷത്തിന്റെ പിരിവെടുക്കും, തട്ടിക്കൂട്ടി ഒരു 4 ലക്ഷത്തിന് വിഗ്രഹം ഉണ്ടാക്കും, ബാക്കി കാശ് പോക്കറ്റിൽ. ഇതാണ് ഈ സ്പോൺസർമാരുടെ പരിപാടി. ഇങ്ങനെയുള്ള അവതാരങ്ങളെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്, ശബരിമല സങ്കേതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് ഇവർക്ക് പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ആളുകളിലൂടെയാണ് മറ്റുള്ള ആളുകളെ തിരിച്ചുറപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ്. സ്വാമിജി, അവസാനമായിട്ട് ഒരു ചോദ്യം. ഈ സ്വർണ്ണപീഠം കാണാതായ വിഷയത്തിൽ ഒരു അറസ്റ്റ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം? അറസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ സാമാന്യമായിട്ടുള്ള ഒരു തോന്നൽ. പക്ഷേ ഈ ശക്തമായിട്ടുള്ള വാക്കുകൾക്ക് ഉപരിയായിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കണ്ടോ? കോടതിയിലാണ് കോടതി ഇടപെട്ടല്ലാതെ, കോടതിയുടെ നിർദ്ദേശത്തിലല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം മൂവ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ഒരു സിംഗിൾ കാര്യം ഒന്ന് സൂചിപ്പിക്കാനുണ്ടോ അങ്ങേക്ക്? കോടതി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് കോടതി ചോദിക്കും. അപ്പോൾ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. അതിൽ ഒരു നടപടിയില്ല. വളരെ രൂക്ഷമായിട്ടൊക്കെ പ്രതികരിക്കും. അത് മുഖം രക്ഷിക്കാൻ വേണ്ടി ആവശ്യമാണ്. അത്രയും പ്രതികരിച്ചില്ലെങ്കിൽ വാസവൻ നേരിട്ട് വാങ്ങിച്ചു എന്നുള്ള ഒരു പ്രതീതി അതിലുണ്ടായി വരും. അതുകൊണ്ട് മാത്രം മുഖം രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തരത്തിലുള്ള ചക്ലാത്തി പോരുകൾക്കുള്ള ഒരു അടിസ്ഥാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.